ரேஷன் கடைக்கு மஸ்டரிங் நடத்த வந்தபோது வரிசையில் நிற்க சொன்னதை தொடர்ந்து அங்கு வேலை செய்யக்கூடிய பெண்ணை தாக்கியதாக புகாருடன் முன்வந்துள்ளார். பைசன்வெளியில் செயல்படக்கூடிய ரேஷன் கடையில் ஊழியர் தான் புகாருடன் முன்வந்துள்ளது. முரிக்காச்சேரி 16ஆம் கண்ட பகுதியை சேர்ந்த பிந்து தான் தாக்கப்பட்டதாக புகாருடன் முன்வந்துள்ளது. பைசன்வெளியில் செயல்படக்கூடிய ரேஷன் கடையின் ஊழியர் தான் பிந்து. கடந்த தினம் மாலை 4:30 மணிக்கு தான் ரேஷன் கடையில் மஸ்டரிங்க்கு சம்பந்தமாக வந்தவரிடம் வரிசையில் நிற்க வேண்டும் என்று கூறியதை தொடர்ந்து தான் தாக்கப்பட்டதாக அவர் தெரிவித்துள்ளார். ശേഷമാണ് ഈ സംഭവം റേഷൻ കടയിൽ നടക്കുന്നത്. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം കടയിൽ നടക്കുന്നത്. അപ്പം ഈ ഷൈബ് മുപ്പാത്തെന്ന് പറഞ്ഞ ആൾ കടയിൽ വരുന്ന സമയത്ത് കുറച്ച് പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വന്നത് എൻ്റെ ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് കടയുടെ ഉള്ളിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെ അമ്മച്ചിമാരുടെ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് മെഷീനും വലിച്ച് എടുത്ത് താഴെയിട്ട് എന്നെ കടയ്ക്കകത്തുനിന്ന് വലിച്ച് അടിച്ച് എൻ്റെ തലക്കെട്ടൊക്കെയാണ് ഒത്തിരി അടിച്ചത്. അങ്ങനെയാണ് കടയിൽ ഇന്നലെ പ്രശ്നം ഉണ്ടാകുന്നത്. தாக்குதல் நடத்தியவர் தகாத வார்த்தைகளால் பேசியதாகவும் புகாரில் தெரிவிக்கப்பட்டுள்ளது. சம்பவத்தை தொடர்ந்து ரேஷன் கடை உரிமையாளர் சதீஷ் விவரம் அறிவித்ததை தொடர்ந்து அடிமாலி தனியார் மருத்துவமனையில் பிந்துவை சிகிச்சைக்காக அனுமதித்தனர். ഇന്നലെ 4:30 സമയത്ത് എൻ്റെ കടയിൽ മസ്റ്ററിങ് നടക്കുന്നതിനിടയിൽ എൻ്റെ സെയിൽസ്മാൻ ബിന്ദു പിക്കേനെ ഷൈബു മുപ്പാത്ത് എന്ന് പറയുന്ന ആൾ കടയിൽ കയറി ആക്രമിക്കുകയാണ് ഉണ്ടായത്. കുറേ അമ്മമാരൊക്കെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ തള്ളിമാറ്റി അവരെക്കാൾ മുമ്പ് അവന് ചെയ്യണം, മസ്റ്റ് ചെയ്ത് പോകണം എന്നും പറഞ്ഞ് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു ഉണ്ടായത്. ഇത് എനിക്ക് തോന്നുന്നത് കരുതി കൂട്ടി തന്നെ സെയിൽസ്മാനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. தாக்கிய நபருக்கு எதிராக கடுமையான நடவடிக்கைகள் எடுக்க வேண்டும் என்றுதான் பிந்து ராஜாக்கர் காவல் நிலையத்தில் புகார் கொடுத்துள்ளது. நியூஸ் பீரோ ராஜகுமாரி.